നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ അയാളുടെ പേടികളുടെ ഉള്ളിലേക്ക് ഇറങ്ങി അതിനെ നേരിടുന്നത് ഭയപ്പെടുത്തുന്ന കാഴ്ചയാണ്. കാരണം ആ പേടികളെ മറികടക്കാൻ അയാൾക്ക് അല്പം പരാജയപ്പെടേണ്ടി വരും, അല്പം മരിക്കേണ്ടി വരും, അല്പം ഭ്രാന്ത് പിടിക്കേണ്ടി വരും. പ്രശസ്തനായ ഒരു സംവിധായകന്റെ പങ്കാളി പറഞ്ഞ വാക്കുകളാണിത്. അവരെ ഭയപ്പെടുത്തിയത് അയാൾക്ക് സിനിമയോടുള്ള അഭിനിവേശമായിരുന്നു. ഉന്മാദത്തോട് അടുത്തതായിരുന്നു ആ ബന്ധം. ഓരോ സിനിമയിലും അയാൾ സ്വയം വെല്ലുവിളിച്ചു, മറ്റുള്ളവരെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ചു. അയാൾ സിനിമാ ആസ്വാദകർക്ക് മുന്നിൽ ഒരു ഓഫർ വയ്ക്കുകയായിരുന്നു, നല്ല സിനിമ എന്ന ഓഫർ. ആൻ ഓഫർ വിച്ച് വി കാണ്ട് റെഫ്യൂസ്. ആ ഉന്മാദിയായ ഫിലിം മേക്കറുടെ പേര് ഫ്രാൻസിസ് ഫോർഡ് കൊപ്പോള എന്നാണ്. തൻ്റെ എല്ലാ സിനിമകളും വ്യത്യസ്തമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് കൊപ്പോള. ആഖ്യാനപരമായി മാത്രമല്ല തൻ്റെ സിനിമകളെ അദ്ദേഹം പേരിട്ട് നിർത്തിയത്, സിനിമാറ്റിക് ടെക്നിക്കുകളിലൂടെ കൂടിയാണ്. ഓരോ കഥയും ആവശ്യപ്പെടുന്ന പരിചരണം മാത്രമാണ് താൻ നൽകുന്നത് എന്നാണ് ഈ മാസ്റ്ററിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഹൗസുകൾക്കും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും അന്നും ഇന്നും അയാൾ പ്രിയങ്കരനായിരുന്നില്ല, ചിലപ്പോഴൊക്കെ പ്രേക്ഷകർക്കും. കാരണം അവർ കണ്ടു ശീലിച്ച ഒരു ദൃശ്യ ശ്രവ്യ മാതൃകയുണ്ട്, അതിനെ ഈ മനുഷ്യൻ ഉടച്ചങ്ങ് വാർക്കും. ഉദാഹരണത്തിന് 1972 ഇറങ്ങിയ ഗോഡ്ഫാദറോ അതിലിപ്പോൾ പുതിയതായിട്ട് എന്താണുള്ളത്? അതൊരു സാധാ ഗാങ്സ്റ്റർ ഡ്രാമയല്ലേ? ഇങ്ങനെ പറയുന്നവരെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം 1975 ധർമാത്മ എന്ന അൺഒഫീഷ്യൽ ബോളിവുഡ് റീമേക്ക് മുതൽ അമൽ നീരദിന്റെ ഭീഷ്മപർവം വരെ കയറി ഇറങ്ങിയ ഈ സിനിമയിൽ അവശേഷിക്കുന്നത് എന്താണെന്ന് ഒരു ചോദ്യമാണ്. അതിന് വ്യക്തമായ ഒന്നല്ല, രണ്ടുത്തരം കൊപ്പോളയുടെ സിനിമയിലുണ്ട്. ഒന്ന് ക്രാഫ്റ്റ്, മറ്റൊന്ന് തീം. ക്രാഫ്റ്റിലേക്ക് വരും മുമ്പ് നമുക്ക് തീമിലൂടെ ഒന്ന് കടന്നു പോകാം. ചുരുക്കി പറഞ്ഞാൽ കൊർലിയോൺ എന്ന ഇറ്റാലിയൻ മാഫിയ ഫാമിലിയുടെ വാഴ്ചയും വീഴ്ചയുമാണ് ഗോഡ്ഫാദർ. എന്നാൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മരിയോ പൂസോയുടെ ഒറിജിനൽ ടെക്സ്റ്റും സിനിമയും ജനങ്ങൾ ഏറ്റെടുക്കാൻ കാരണം മറ്റൊന്നാണ്. ഇത് ഒരു കുടിയേറ്റ കഥ കൂടിയാണ്. സിസിലിയിൽ നിന്നും ന്യൂയോർക്കിലേക്ക് കുടിയേറുന്ന വിറ്റോ കൊർലിയോൺ പുതിയ നാട്ടിൽ സ്വന്തം സ്ഥാനം ഉറപ്പിക്കാൻ അയാൾ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നു. ഒടുവിൽ അയാൾ ഒരു ഗാങ്സ്റ്റർ ആകുന്നു. അപ്പോഴും അയാളുടെ മനസ്സിൽ എന്നോ വിട്ടുവന്ന തൻ്റെ നാടാണ്. അതേസമയം കൂടുതൽ സൗകര്യങ്ങളും മികച്ച വിദ്യാഭ്യാസവും ലഭിച്ച മകൻ ഒരു തദ്ദേശീയെ പോലെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. മൈക്കിളിന്റെ സ്വപ്നങ്ങൾ പുതിയ ഇറ്റാലിയൻ അമേരിക്കൻ പൗരൻ്റേതായിരുന്നു. കുടുംബത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഭാവിയെ പറ്റിയാണ് അയാൾ ചിന്തിക്കുന്നത്. ഈ തീമാണ് ആളുകളുമായി അൺകോൺഷ്യസ്ലി കണക്ട് ആയത്, പ്രത്യേകിച്ചും അമേരിക്കയിലെ കുടിയേറ്റ വിഭാഗവുമായി. ഇനി രണ്ടാമത്തെ സവിശേഷത ക്രാഫ്റ്റ്. ഇതുവരെ കാണാത്തൊരു ദൃശ്യഭാഷ ഗോഡ്ഫാദറിന് അവകാശപ്പെടാനുണ്ടായിരുന്നു. അതിന്റെ ഛായാഗ്രഹണം ആ രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരുന്നത്. ഗോർഡൻ വില്ലീസ് ആയിരുന്നു സിനിമയുടെ DOP. ഇരുട്ടിനെയും നിഴലിനെയും കഥയുടെ ഭാഗമാക്കുന്നത് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. അത് കാരണം പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ് എന്ന വിളിപ്പേര് പോലും വില്ലീസിന് ലഭിച്ചിട്ടുണ്ട്. വെറുതെ ഗാങ്സ്റ്റേഴ്സിനെ അങ്ങ് ഇരുട്ടിൽ നിർത്തിയേക്കാം എന്ന് വിചാരിച്ചല്ല ഇങ്ങനെ ഒരു വിഷ്വൽ സ്റ്റൈൽ ഉണ്ടാക്കിയെടുത്തത്. റിനൈസൻസ് പെയിന്റർമാരായ കർവാജിയോ, റെംബ്രാൻഡ് എന്നിവരുടെ സൃഷ്ടികളുടെ സ്വാധീനം ഇതിന് പിന്നിലുണ്ട്. അതിനുപരിയായി കഥാപാത്രങ്ങൾ കടന്നുപോകുന്ന മിസ്റ്ററി, അവ്യക്തത, ധാർമ്മികമായ അനിശ്ചിതത്വങ്ങൾ എല്ലാം ആവിഷ്കരിക്കാനുമാണ് കൊപ്പോള വില്ലീസുമായി ചേർന്ന് ഇത്തരമൊരു ദൃശ്യഭാഷ ചമച്ചത്. സിനിമയുടെ സെൻട്രൽ തീമിന്റെ ഭാഗമാകുന്ന പവർ, അഴിമതി, കുടുംബകലഹം എന്നിവ പ്രതിഫലിപ്പിക്കാനായി നാടകീയവും ഗൗരവതരമായ ഒരു അന്തരീക്ഷം ആവശ്യമാണ്. ഇത് ഈ ലോ കീ ലൈറ്റിംഗിൽ സൃഷ്ടിക്കുന്നുണ്ട്. സ്റ്റാറ്റിക്കായ ഫ്രെയിമുകളും സ്ലോ ക്യാമറ മൂവ്മെന്റ്സും കൂടിയായപ്പോൾ കഥാപാത്രങ്ങളുടെ പിരിമുറുക്കം പ്രേക്ഷകനിലേക്ക് എത്തി. ഇതിനൊപ്പം കൊപ്പോള ഓരോ സീനും ബ്ലോക്ക് ചെയ്ത വിധം ആ കഥയിലെ പവർ സ്ട്രക്ചർ മാറി മറിയുന്നത് പറയാതെ പറഞ്ഞു. ഫ്രെയിമിന്റെ ഒരു അരികത്ത് നിന്ന മൈക്കിൾ കേന്ദ്രസ്ഥാനത്തിലേക്ക് എത്തുന്നത് വിഷ്വലി കൂടിയാണ്. ഇതാണ് പിന്നീട് അനാദികാലം സിനിമാ പ്രേമികളെ ഇൻസ്പയർ ചെയ്യിക്കുന്ന ഗോഡ്ഫാദർ ടെംപ്ലേറ്റ് ആയി മാറിയത്. ഗോഡ്ഫാദറിനെ പോലെ തന്നെ 1979 ഇറങ്ങിയ അപ്പോക്കാലിപ്സ് നൗവും കൊപ്പോളയുടെ വിരുദ് കാട്ടിത്തരുന്ന സിനിമയാണ്. വിയറ്റ്നാം യുദ്ധത്തെ പറ്റിയുള്ള ഈ ചിത്രം സംസാരിക്കുന്നത് മനുഷ്യന്റെ മോറൽ ഡിലേമയെ പറ്റി കൂടിയാണ്. നിരവധി പ്രതിസന്ധികളിലൂടെയാണ് നിർമ്മാതാവ് കൂടിയ കൊപ്പോള ഈ സിനിമ പൂർത്തിയാക്കിയത്. ഇതിന്റെ മേക്കിംഗ് ഡോക്യുമെന്ററി കണ്ടാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. കൊപ്പോള സ്നേഹിക്കുന്നത് തൻ്റെ സിനിമയാണ്, സിനിമയെ മാത്രമാണ്. അതാണ് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ അദ്ദേഹത്തെ സഹായിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. സിനിമയുടെ കാൽഭാഗം ഷൂട്ട് ചെയ്തപ്പോഴേ ബഡ്ജറ്റ് കടന്നു. മുഖ്യതാരമായ മൈക്കിൾ ഷീനിന് ചിത്രീകരണത്തിനിടയിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നു. അതിനിടയിൽ ഓൾഗ കൊടുങ്കാറ്റ്, പിന്നെ മെരുക്കാൻ പറ്റാത്ത മെർലിൻ ബ്രാൻഡോയും. ഭ്രാന്തമായാണ് കൊപ്പോള ആ ചിത്രം പൂർത്തിയാക്കിയത്. ആ ഭ്രാന്ത് ജോസഫ് കോൺറാഡിന്റെ ദ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് സിനിമയാക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് പേർ സ്വപ്നം കണ്ട് സ്വപ്നത്തിൽ പോലും പരാജയപ്പെട്ട കാര്യമാണ് ഈ അഡാപ്റ്റേഷൻ. കൊപ്പോള അത് സാധ്യമാക്കിയെന്ന് മാത്രമല്ല, ഒരാളുടെ ബോധം ഊറിപ്പോകുന്നത് എഡിറ്റിങ്ങിലൂടെ നമ്മളെ അനുഭവിപ്പിക്കുകയും ചെയ്തു. ദ ലെജൻഡ് വാൾട്ടർ മർച്ചാണ് ഈ സിനിമയുടെ എഡിറ്റർ. സിനിമയിലെ അരാജകത്വം, ഹൈപ്പർ റിയാലിറ്റി, പേടിപ്പെടുത്തുന്ന അന്തരീക്ഷം എന്നിവ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ ഒരു നിർണായക ഘടകമായിരുന്നു എഡിറ്റിംഗ്. വെറും ഷോട്ടുകൾക്കിടയിൽ കട്ട് ചെയ്യുകയായിരുന്നില്ല മർച്ച്. ഡിസോൾവുകൾ, ഫേഡുകൾ, സൂപ്പർ ഇമ്പോഷനുകൾ എന്നിവയിലൂടെ സ്വപ്ന സമാനമായ ഒരു ഒഴുക്ക് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ക്യാപ്റ്റൻ വില്യാർഡിന്റെ ഭ്രാന്തിലേക്കുള്ള ഇറക്കം കൂടിയാണ് ഈ സിനിമ. ഈ മാനസികാവസ്ഥ എങ്ങനെ കാണിക്കും? കൊപ്പോളയ്ക്കും മർച്ചിനും കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു. ജംപ് കട്ടുകൾ, ഫ്രാഗ്മെന്റഡ് എഡിറ്റിംഗ്, ചില ചിത്രങ്ങളുടെയും ശബ്ദങ്ങളുടെയും ആവർത്തനം തുടങ്ങിയവ ഉപയോഗിച്ച് മനോഹരമായ ആ ഉന്മാദത്തിലേക്കുള്ള ഇറക്കം അവർ ആവിഷ്കരിച്ചു. ഈ സിനിമ അതിനാടകീയത നിറഞ്ഞ ഒന്നാണ്.
തീർത്തും വിരുദ്ധമായ വിഷ്വലും സൗണ്ടും ഉപയോഗിച്ചാണ് സിനിമയിൽ ഈ നാടകീയത സൃഷ്ടിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് വിയറ്റ്നാമിന്റെ ഭംഗിക്കൊപ്പം വരുന്നത് യുദ്ധത്തിന്റെ വയലൻസ് ആണ്. ഇതെല്ലാം വളരെ താളാത്മകമായി കൂടിയാണ് അവതരിപ്പിക്കുന്നത്. റൈഡ് ഓഫ് ദി വാൽക്കരീസ് എന്ന രംഗത്തിൽ സംഗീതവും ബോംബിംഗ് വിഷ്വലും മനോഹരമായി ലയിക്കുന്നത് കാണാൻ സാധിക്കും. സൗണ്ട് ഡിസൈനർ കൂടിയായ മർച്ച് ചിത്രത്തിൽ സമ്പന്നമായ ഒരു സൗണ്ട് സ്കേപ്പും സൃഷ്ടിക്കുന്നുണ്ട്. സൗണ്ട് എഡിറ്റിങ്ങും വിഷ്വൽ എഡിറ്റിങ്ങും ഓവർലാപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാം. അത് ഈ പടത്തിന്റെ മാത്രം പ്രത്യേകതയല്ല. സിനിമയുടെ സൗണ്ടിങ്ങിന് വലിയ ശ്രദ്ധ കൊടുക്കുന്ന ഡയറക്ടറാണ് കൊപ്പോള. സൗണ്ടിനെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിയ ഒരു സിനിമയും അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രഫിയിലുണ്ട്, ദ കോൺവെർസേഷൻ. ഈ സിനിമയുടെ കഥ പറയുന്നതിലും നായകന്റെ മാനസികാവസ്ഥ അറിയിക്കുന്നതിലും കേന്ദ്ര ഘടകമാണ് ശബ്ദം. കാരണം ഇതിലെ നായകൻ ഹാരിക്കോൾ ഒരു സർവൈലൻസ് എക്സ്പെർട്ടാണ്. അയാൾ തന്റെ ക്ലയന്റിന്റെ നിർദ്ദേശപ്രകാരം ഒരു യുവദമ്പതികളെ പിന്തുടരുന്നതാണ് കഥ. ഇവരുടെ സംഭാഷണങ്ങൾ ഇയാൾ ഒളിഞ്ഞു കേൾക്കുന്നു. അതെ, ഒളിഞ്ഞു കേൾക്കലാണ് ഈ സിനിമയിൽ കൊപ്പോള പരീക്ഷിക്കുന്നത്. ടേപ്പുകൾ പ്ലേ ചെയ്യുന്നതും റീവൈൻഡ് ചെയ്യുന്നതും വിശകലനം ചെയ്യുന്നതുമായ ശബ്ദങ്ങൾക്കാണ് ഈ സിനിമയിൽ പ്രാധാന്യം. നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യം തെറ്റായി കേൾക്കുന്നതെന്ന് വിദഗ്ധമായി ഈ സിനിമ പറയുന്നു. ഡയജറ്റിക് ശബ്ദം, അതായത് സിനിമയുടെ ലോകത്തിലുള്ള ശബ്ദങ്ങൾ ഉപയോഗിച്ചാണ് കൊപ്പോള കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഹാരി റെക്കോർഡ് ചെയ്യുന്ന സംഭാഷണങ്ങൾ വികലമാണ്, അത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസവുമാണ്. അത് സംഭവങ്ങളെപ്പറ്റി അയാൾ കൃത്യമായ ധാരണയില്ലെന്നാണ് വ്യക്തമാക്കുന്നത്. ചെറിയ ചില കാര്യങ്ങൾ മാത്രമേ അയാൾക്ക് അറിയുകയുള്ളൂ, നമുക്കും. ഈ റെക്കോർഡിങ്ങുകളുടെ അവ്യക്തതയാണ് സിനിമയുടെ സസ്പെൻസിനും കോളിന്റെ ഭ്രാന്തിനും ഇന്ധനമാകുന്നത്. കോളിനെ ഇങ്ങനെ ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ എത്തിച്ചു കഴിയുമ്പോൾ കൊപ്പോള പതിയെ സൗണ്ട്സ്കേപ്പിന് മാറ്റം വരുത്തും. ദൈനംദിന ശബ്ദങ്ങൾ കൂടി വികലവും അവ്യക്തവുമാക്കും. റിസൾട്ടോ, കോളിന്റെ മാനസിക നില തകരും. അവിടെ കൊണ്ട് തീരുന്നില്ല. ശബ്ദത്തിന് മർമ്മം അറിഞ്ഞ ആൾ അത് വിദഗ്ധമായി ഉപയോഗിക്കാതെയും ഇരിക്കും. കൊപ്പോളയും അതുതന്നെയാണ് ചെയ്യുന്നത്. ഒറ്റപ്പെടലിന്റെയും ഭയത്തിന്റെയും അന്തരീക്ഷം സൃഷ്ടിക്കാൻ നിശബ്ദതയെ ഫലപ്രദമായ ചിത്രത്തിൽ ഉപയോഗിക്കുന്നു. ഡേവിഡ് ഷയറിന്റെ പിയാനോ കൂടിയാകുമ്പോൾ സിനിമ ആഴത്തിൽ പ്രേക്ഷകനിൽ പതിയുന്നു. ആഴം, ആ വാക്കാണ് ഒരു സാധാ ഫിലിം മേക്കറെ മാസ്റ്ററിൽ നിന്ന് വേർതിരിക്കുന്നത്. അയാളുടെ വർക്കുകളുടെ ഓരോ അടരുകളിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ഒരു പ്രത്യേക അനുഭൂതി ലഭിക്കും. ഇങ്ങനെ ഒരു സിനിമാറ്റിക് ജേണിക്ക് നിങ്ങൾ പ്രത്യേകമായ വ്യായാമമൊന്നും ചെയ്യണമെന്നില്ല. മുൻധാരണകൾ മാറ്റിവെച്ച് സിനിമയ്ക്ക് മുന്നിൽ ഇരുന്നു കൊടുത്താൽ മതി. സിനിമ അതിന് മാജിക് കാണിച്ചുകൊള്ളും. അത് ഒരിക്കൽ അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഫിലിം മേക്കറിനെ, ആ അഭിനേതാവിനെ, സംഗീതജ്ഞനെ വിടാതെ പിന്നാലെ കൂടും. കൊപ്പോളയെ പിന്തുടരുന്നത് പോലെ. അയാൾ ലൈവ് സിനിമ എന്ന് പറയുമ്പോൾ $120 മില്യൺ കയ്യിൽ നിന്നിറക്കി മെഗാലോപോളിസ് എന്ന ഡിസ്റ്റോപ്പിയൻ സ്കൈഫൈ എപ്പിക് ചെയ്യുമ്പോഴും നമ്മൾ ആവേശം കൊള്ളുന്നത് അതാണ്. അയാളെ കൊണ്ട് അത് സാധിക്കുമെന്നൊരു വിശ്വാസം, അയാൾ ഞെട്ടിക്കുമെന്ന് തോന്നൽ. അതെ, ഹി ഈസ് മേക്കിംഗ് ആൻ ഓഫർ വിച്ച് വി കാൺട്ട് റിഫ്യൂസ്.